കുറേ നാളായി ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാനിങ്ങനെ വിചാരിക്കുന്നു. കാരണം ഇന്നത്തെ കുട്ടികളൊക്കെ വളരെ പെട്ടെന്ന് തളർന്നു പോണ മക്കളാണല്ലോ. അപ്പോൾ നമ്മൾ ജീവിച്ചു വന്ന സാഹചര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർ കുട്ടികളൊക്കെ കേൾക്കുമ്പോൾ അവർക്കൊരു ധൈര്യം കിട്ടും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാനപ്പോൾ എൻ്റെ മോളോട് അങ്ങനെയാണ് പറയുക, അമ്മ അത്രയും സഹിച്ച ആളാണ്, അപ്പോൾ എല്ലാം സഹിക്കാനുള്ള ശക്തി നിനക്കുണ്ടാകണം. അങ്ങനെയാണ് നമ്മൾ ജീവിക്കുക. എന്തെങ്കിലും ചെറുതായിട്ട് ഇപ്പോൾ നമ്മൾ TV കാണിച്ചു തന്നില്ല അമ്മ, അതുകൊണ്ട് ഞാൻ പോണ്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ടാവും അപ്പനമ്മയും തരാത്തത്. അത് കാണുമ്പോൾ എന്നോട് സ്നേഹമില്ല, എന്നോട് സഹകരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ നഷ്ടപ്പെടുന്നുണ്ടല്ലോ. അപ്പം ഞാനങ്ങനെ പറയുകയാണ് കുട്ടികളോട്. ഞാനൊരു 6 വയസ്സിൽ ഒറ്റപ്പെട്ടു പോയ ഒരാളാണ്. ഒറ്റപ്പെട്ടു എന്ന് വെച്ചാൽ എൻ്റെ ചുറ്റും ആൾക്കാരുണ്ട്, പക്ഷേ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. 6 വയസ്സ് വരെ എൻ്റെ അപ്പനും അമ്മയും ഞാനും മൈസൂരായിരുന്നു. എൻ്റെ അപ്പൻ അവിടെയായിരുന്നു ജോലി. ഒരു റോഡ് പണി കോൺട്രാക്ടറായിരുന്നു എൻ്റെ അപ്പൻ. അപ്പോൾ ഞങ്ങൾ 3 ആൾ മാത്രമായിരുന്നു ആ ജീവിതത്തിൽ. അങ്ങനെ ഞങ്ങൾ ജീവിച്ച് വളരെ സന്തോഷത്തിൽ വരുമായിരുന്നു. അപ്പോഴാണ് എൻ്റെ അമ്മയ്ക്ക് ഒരു അസുഖം വന്നപ്പെട്ടു. അതാണെങ്കിൽ ലിവറിലൊരു ട്യൂമറായിരുന്നു. അപ്പോൾ അപ്പൻ അവിടെ നിൽക്കുകയും ഞങ്ങൾ രണ്ടുപേരെയും ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ താഴെ ഒരു കൊച്ചു ജനിച്ചു. അത് 7 വയസ്സിന് ശേഷമാണ് ഉണ്ടായത്. അപ്പം അങ്ങനെ ആ 7 വയസ്സിൽ തന്നെയാണ് 6 വയസ്സ് കഴിഞ്ഞു എനിക്ക്. അങ്ങനെയായിരിക്കില്ലാണ് അവനെ പ്രസവിച്ചത്. ആ പ്രസവത്തോടു കൂടിയാണ് അമ്മ പിന്നെ രോഗിയാവണതും ഞങ്ങളിങ്ങനെ നാട്ടിലേക്ക് വരണതും. അപ്പോൾ അതിന് ശേഷം അമ്മ ഒരു രോഗിയാണ്. ആ രോഗി എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ വീട്ടിൽ കിടക്കുകയാണ്. അപ്പൻ എന്ന് പറഞ്ഞാൽ കോൺട്രാക്ടറാണെങ്കിൽ പോലും കിട്ടുന്ന പൈസ അത്യാവശ്യം കുടിക്കും, പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ വിതരണം ചെയ്യും, ഫ്രണ്ട്സിനൊക്കെ. അപ്പോൾ തീരെ അയക്കാനൊന്നും പൈസ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ വീട് മുഴുവൻ ഞങ്ങളെ 3 പേരെയും നോക്കിയിരുന്നത് അച്ഛൻ്റെ വീട്ടുകാരാണ്. അപ്പം അറിയാലോ നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഏറെക്കുറെ മനസ്സിലായില്ലേ. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം തരാൻ മാത്രമല്ല, അവർക്ക് അമ്മേനെ പരീക്ഷിക്കാൻ കൂടിയാണ്. അപ്പോൾ പല സ്ഥലത്തും കൊണ്ടുപോവുക, മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. മിഷൻ ഹോസ്പിറ്റലായിരുന്നു അമ്മ മരിക്കണ വരെ തീരും. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ നമുക്ക് ഒരു സാധനം പോലും ചോദിക്കാൻ തോന്നില്ല നമുക്ക്. എനിക്കന്ന് 7 വയസ്സാണ്. 7 വയസ്സായ പോലും എനിക്ക് നന്നായി അറിയായിരുന്നു എൻ്റെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ അറിയാം. എൻ്റെ അമ്മയ്ക്ക് രോഗമാണെന്നും എൻ്റെ അപ്പനിവിടെ ഇല്ലയെന്നും. എൻ്റെ അനിയനുണ്ട് ഒരു ചെറുത്, പിന്നെ എൻ്റെ ചേട്ടനുണ്ട്. ചേട്ടൻ മുന്നേ ഇവിടെ നിന്നാണ് പഠിച്ചിരുന്നത്. അപ്പം ഞാനും ചേട്ടനും തമ്മിൽ ഒരു 7 വയസ്സ് വ്യത്യാസമുണ്ട്. അങ്ങനെയാണ് ഗ്യാപ്പ്. അപ്പോൾ ഞങ്ങളങ്ങനെ വളരുമ്പോൾ ഇന്നത്തെ കുട്ടികൾ നമ്മൾ ഇന്ന് ഇപ്പോൾ എൻ്റെ മോളായാലും ചോദിക്കുമ്പോൾ ഇപ്പം ഇല്ല, അത് ഇപ്പോൾ അവൾ വലുതായി, അവൾക്കറിയാൻ കാര്യങ്ങൾ. ചെറുതായിരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടോയെന്ന്, അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇവിടെ ഉണ്ടോയെന്ന് നോക്കിയിട്ടല്ല അവൾ ചോദിക്കുക. അപ്പോൾ അവൾക്കത് കിട്ടണം. കൂടാതെ എനിക്ക് 2 മക്കളെന്ന് പറയുന്നത് തളർന്ന പിള്ളേരായിരുന്നു. അതായത് SME ആയിരുന്നു അവർക്ക്. അപ്പോൾ നിങ്ങൾക്കറിയാലോ SME വന്ന 2 കുട്ടികളുടെ അവസ്ഥ നിങ്ങൾക്ക് എത്രയായാലും മനസ്സിലാവും. അപ്പോൾ അവരെ ഞങ്ങൾക്ക് സംരക്ഷിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു മകളുണ്ട്, അവളെ നോക്കണം. അപ്പോൾ ഇപ്പം എൻ്റെ മോളെല്ലാം മനസ്സിലാക്കിയ ഒരു കുട്ടിയാട്ടാ. എല്ലാം അറിയാം അവൾക്ക്. ജീവിതം എന്താണെന്ന് നന്നായി അറിയുന്ന ഒരാളാണ്. അന്ന് ചെറുതാണ്, എന്നറിയില്ല. അവൾക്ക് ചോദിക്കുന്നത് കിട്ടില്ല. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ മോളോട് പറയാതാണ്, അമ്മയ്ക്കൊന്നും ചെറുപ്പത്തിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം ഒന്നും ചോദിക്കാനുള്ള അവകാശമില്ല. ആരെങ്കിലും ബാക്കിയിടുന്ന പെൻസിലോ പേനയോ ഒക്കെ ഉപയോഗിച്ചാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ നമ്മുടെ മക്കളെപ്പോഴും ചിന്തിക്കേണ്ടത്, നമുക്ക് തരാൻ പറ്റുന്നതൊക്കെ നമ്മുടെ അപ്പനമ്മയും തരും, പക്ഷേ ചില സമയത്ത് നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പം അതിനൊരു പെട്ടെന്നൊരു ക്ഷോഭത്തിൽ നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഓടരുത്. അവരത് എന്തോരം വിഷമിച്ചിട്ടായിരിക്കും തരാൻ പറ്റാത്തത് അവർക്ക്. അല്ലെങ്കിൽ ആവശ്യമുള്ളതായിരിക്കും അവർ തരുള്ളൂ, ആവശ്യമില്ലാത്തവരൊരിക്കലും തരില്ല. ഒരു കുട്ടി കേടായി പോകുന്ന കാര്യം അവരപ്പനമ്മ ഒരിക്കലും ചെയ്യില്ല. അപ്പോൾ അതാണ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കുട്ടികൾ ചെറുപ്പത്തിലേ നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും കണ്ടു വളരണം എന്നാണ് ഞാൻ പറയുക. അപ്പോൾ അവർക്ക് അത് മനസ്സിലാവും, അല്ലാത്തവർക്ക് അത് മനസ്സിലാവില്ല. ഞാൻ വളർന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ആരോടും ഒന്നും ചോദിക്കാനുണ്ടായിരുന്നില്ല.
ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ അത് വാങ്ങിക്കുക. സ്കൂൾ തുറന്നു, അപ്പം അമ്മാമ്മ കുറച്ച് ഡ്രസ്സ്, കുറേയൊന്നുമില്ല, കുറച്ച് ഡ്രസ്സ് 1-2 ഡ്രസ്സ് എടുക്കും. അത് മാത്രം തന്നെയാണ് ആ ഒരു വർഷം. അതിലും കൂടുതലൊന്നും നമുക്ക് ചോദിക്കാൻ പറ്റിയ സാഹചര്യം ഇല്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ വളർന്നു വന്നത്. വളർന്നു വരാമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വളർന്നു വന്നത് എനിക്ക് തന്നെ അറിയില്ല, അത്രയും കഷ്ടപ്പാടാണ്. ആ കഷ്ടപ്പാടിൽ ദാരിദ്ര്യമുണ്ട്, ബാക്കിയുള്ള എല്ലാ കഷ്ടപ്പാടുകളും. ആരും നമ്മളെ ശ്രദ്ധിക്കാനില്ല. നമ്മൾ കാണുമ്പോൾ തന്നെ ദേഷ്യം വരുന്നൊരവസ്ഥ ഉണ്ടാവുമല്ലോ. ഇവരൊക്കെ ഇനി അങ്ങനെ നോക്കുന്നതാണ് അമ്മായിമാരൊക്കെ വിചാരിക്കുന്നുണ്ടാവുക. ഇവരൊക്കെ നോക്കി. ഞങ്ങൾ 3 ആളുണ്ട്. അമ്മ വയ്യാത്ത ആളാണ്. ഞങ്ങളും അതുപോലെയുള്ള മക്കൾ വളർന്നു വരാനുള്ളത്. എൻ്റെ അനിയനന്ന് വളരെ ചെറിയ കുട്ടിയാണ്. എൻ്റെ അമ്മ മരിക്കുമ്പോൾ എൻ്റെ അനിയന് 8 വയസ്സുള്ളൂ. അപ്പോൾ എനിക്ക് 14 വയസ്സാണ്. അപ്പം അതൊക്കെയാണ് ഞങ്ങളുടെ അവസ്ഥ. അപ്പം അങ്ങനെ വളർന്നു വന്ന ഒരാളാണ്. അങ്ങനെ വളർന്നു വന്ന ആൾ കുറേ സഹിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്കറിയാമല്ലോ, എല്ലാവരിൽ നിന്നും അവഗണന, നമ്മളെന്തെങ്കിലും കാര്യങ്ങൾക്ക് ചോദിക്കാൻ ചെല്ലുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ ഇടയിൽ പഠിക്കാനായിട്ട് കുറേ കാര്യങ്ങൾ വേണം. അതിന് ശേഷം പിന്നെ അമ്മ മരിച്ചു പോയി. അപ്പൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, അപ്പൻ വന്നിട്ട് കാര്യമില്ലല്ലോ. പൈസ സമ്പാദിക്കാനോ അല്ലെങ്കിൽ അതൊരു കുടുംബം നോക്കണ ഒരാളായിട്ട് മാറിയില്ല. അതുവരെ അപ്പൻ നല്ല രീതിയിൽ കുടുംബം നോക്കിയിരുന്ന ആളായിരുന്നു. ഞങ്ങളെ നന്നായി നോക്കിയിരുന്നു. എന്നെയും അമ്മേനെയും ഒക്കെ നന്നായി നോക്കി. ഞങ്ങൾ വളരെ സന്തോഷമായി. പിന്നെ അപ്പൻ കുടിയായി മാറി. പിന്നെ വയറുവേദനയായി. അങ്ങനെ അപ്പനും മരിച്ചു പോകണ്ടായത്. അപ്പോൾ ആരും ഉണ്ടായില്ല. ഒരു 14 വയസ്സായ പെൺകുട്ടി, ആരുമില്ലാത്ത അവസ്ഥ. ഒരു ചേട്ടനും അനിയനുണ്ട്. അവരിപ്പോൾ ചേട്ടൻ തന്നെ 7 വയസ്സിന് മൂത്തതാണ്. അപ്പോൾ പിന്നെ എല്ലാവരും കൂടി തീരുമാനമെടുത്തു, എന്നാൽ ചേട്ടൻ്റെ കല്യാണം കഴിക്കാം. അപ്പോൾ അങ്ങനെ ഒരു കുടുംബമായിട്ട് വേറെ ജീവിക്കട്ടെ എന്നുള്ളൊരു ഇതിൽ വന്നു. അങ്ങനെ ഞാൻ എൻ്റെ +1 ഞാൻ സെൻറ്റ് മേരീസിൽ പോകാനായിട്ട് നിൽക്കുമ്പം, അതൊക്കെ പോകാനായിട്ട് നിൽക്കുമ്പോൾ എന്ന് പറയുന്നത് പഠിപ്പിക്കാനൊന്നും ആരും ഉദ്ദേശമുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ മാർക്ക് കണ്ടപ്പോൾ എൻ്റെ അമ്മയുടെ ആങ്ങള ഒരു അച്ഛനായിരുന്നു. ഞാൻ പേരൊന്നും പറയുന്നില്ല അച്ഛൻ്റെ. അപ്പോൾ അച്ഛൻ എന്നോട് മാർക്ക് ചോദിക്കുകയാണ് ചെയ്തത്. മാർക്ക് ചോദിച്ചപ്പോൾ ഇത്രയും മാർക്കുണ്ട്, അതെന്താ ഈ കുട്ടീനെ വിടാത്തതെന്ന് ചോദിച്ചിട്ട് ഏറ്റവും ലാസ്റ്റാണ് തൃശ്ശൂർ സെൻറ്റ് മേരീസിൽ കൊണ്ടുവന്ന് എന്നെ ചേർത്തത്. കാരണം പഠിപ്പിക്കണ കാര്യമൊന്നും ചിന്തിച്ചിട്ടില്ല. ആ സമയത്ത് എന്തെങ്കിലും തുന്നലിന് ഒരു പരിപാടിയാണല്ലോ അന്ന്. അങ്ങനെ വിടാനൊക്കെയാണ് തീരുമാനം. പക്ഷേ ഈ മാർക്ക് കണ്ടപ്പോൾ ഇവർക്ക് മാറ്റി നിർത്താൻ പറ്റണില്ല. അങ്ങനെ കൊണ്ടുപോയിട്ട് തന്നെ സെൻറ്റ് മേരീസിൽ ചേർത്തി. ഈ സെൻറ്റ് മേരീസിൽ ചേർത്തി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ട്യൂഷൻ അങ്ങനെയൊന്നും ഇല്ലല്ലോ, അതിനുള്ള പൈസകളൊന്നുമില്ല. ചേട്ടൻ എന്ന് പറയുന്ന ആൾ ഒരു ഡ്രൈവറാണ്. അപ്പോൾ അതിൻ്റേതായ പരിമിതികളൊക്കെ ആ വീട്ടിലുണ്ട്. ഒരു കല്യാണം കഴിഞ്ഞ് വന്ന പെണ്ണ്, അതും വളരെ ചെറുപ്പമാണ്. ചേട്ടൻ തന്നെ അന്ന് 23 വയസ്സുള്ളൂ. അപ്പോൾ അതിൻ്റെ 2 വയസ്സിന് താഴെയാണ് ഈ ചേച്ചി എന്ന് പറയുന്ന ആൾ. അവർ തന്നെ ജീവിക്കാൻ പഠിച്ചു വരണുള്ളൂ. ആ അവസ്ഥയിലാണ് ഞങ്ങൾ 2 പേര്. അപ്പോൾ ആ വീടിൻ്റെ അവസ്ഥ മനസ്സിലായില്ലേ, സാമ്പത്തികം വളരെ മോശം, അതിലുള്ള കുറേ കഷ്ടതകൾ. അങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത് നഴ്സിംഗ് പഠിക്കണം, നഴ്സിംഗ് പഠിച്ചാൽ വേഗം ജോലി കിട്ടും. അങ്ങനെ ഞാൻ തന്നെ അച്ഛൻ്റെ അടുത്ത് ചെന്ന് പറയുകയും ചെയ്തത്, എനിക്കിങ്ങനെ ഈ അമ്മാമ്മയുടെ ആങ്ങളുടെ അടുത്ത് ചെന്ന് പറയുകയും ചെയ്തത് എനിക്ക് നഴ്സിംഗിന് പോകണം. അങ്ങനെയാണ് ഞാൻ നഴ്സിംഗ് പഠിക്കാൻ തുടങ്ങിയത്. അവിടെ നിന്നാണ് പിന്നെ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു, ആ വീട്ടിൽ നിന്ന്. ഞാൻ ആരും കുറ്റം പറയണില്ല, കാരണം കുറ്റം അവരും പറയാൻ പറ്റില്ല. കാരണം അവരുടെ ഒരു ചെറിയ പ്രായം, അവർക്ക് പൈസയില്ല. അതിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഭാരമായിട്ട് നിൽക്കുന്നത് ഞാനാണ്. കാരണം എന്നെ കല്യാണം കഴിച്ച് കൊടുക്കണം, 100 പ്രശ്നങ്ങൾ. അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു, ഞാൻ പൈസ എടുത്തോളാം, നീ പഠിച്ചോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നഴ്സിംഗ് വളരെ ഭംഗിയായിട്ട് പഠിച്ചു. 5 ആളിൽ ഒരാളായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും പഠിക്കാൻ മടിച്ച് നിൽക്കരുത്. നമ്മൾ പഠിച്ച് ജോലിയാവുമ്പോൾ നമ്മുടെ ജീവിതം വേറൊരു ഗതിയിലേക്ക് പോകും. എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അത്ര വളർച്ചയൊന്നുമില്ല. കാരണം എൻ്റെ ജീവിതം വേറെ രീതിയിലാണ് പോയി. ഞാൻ പറഞ്ഞല്ലോ, മക്കൾ 2 പേരും മസ്കുലർ അട്രോഫി ആയിരുന്നു. 2 ആൺപിള്ളേർ, 28 വയസ്സ് വരെ ഒരാളും
16 വയസ്സ് വരെ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ആ ജീവിതത്തിൽ നിങ്ങൾക്കറിയാലോ, അതിൻ്റെ ഇടയിലൊരു കുട്ടി. എന്തോ ഭാഗ്യത്തിന് എനിക്ക് PSC കിട്ടിയത് കൊണ്ട് ഞങ്ങളങ്ങനെ ജീവിച്ചു എന്ന് പറയാം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ വളരെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരാളാണ്, എൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ്. അതാണ് എന്നെ ജീവിക്കാനായിട്ട് ഇത്രയും എനിക്ക് പറ്റിയത്. ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം എനിക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞു വന്നതൊക്കെ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഘട്ടം വന്നാലും നമ്മൾ പിടിച്ചു നിൽക്കുക. ആ പിടിച്ചു നിൽക്കുമ്പോൾ അപ്പുറത്ത് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവും, നമുക്കറിയാണ്ടാണത്. അപ്പം എൻ്റെ മക്കൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും എനിക്ക് സ്പൈനൽ മസ്കുലർ അട്രോഫി ഉള്ള ഒരു കുട്ടികൾ 2 പേരുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടൊരു പെണ്ണെന്ത് ചെയ്യും? മതിയെന്ന് വിചാരിക്കും ജീവിതം, അല്ലേ? പക്ഷെ ഞാനങ്ങനെ വിചാരിച്ചില്ല. എൻ്റെ മക്കളെ വളർത്തി. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ എന്നോട് സഹകരിക്കാൻ എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ എനിക്കൊന്നും പറ്റില്ല. കാരണം എൻ്റെ അമ്മയില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല. ആകെ എൻ്റെ ഭർത്താവ് മാത്രം. ഞങ്ങൾ 2 പേരും കൂടി ഞങ്ങളുടെ മക്കളെ നോക്കി. അപ്പോൾ PSC കിട്ടിയപ്പോൾ പോണോ പോണ്ടോ എന്നുള്ളൊരു ഓപ്ഷൻ വന്നപ്പോഴും എൻ്റെ മോനന്ന് 4.5 വയസ്സുണ്ട്. അവൻ പറഞ്ഞു, അമ്മ പൊക്കോ, മമ്മി പൊക്കോ. കാരണം ജീവിക്കാനായിട്ട് നമുക്ക് പൈസയും കൂടി വേണം. ഒരു ഗവൺമെൻറ് ജോലി വേണ്ടാന്ന് പറയാൻ മാത്രം നമ്മുടെ വീട്ടിൽ പൈസയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞില്ല. ഞാനങ്ങനെ പോയി. 4.25 വയസ്സുള്ള എൻ്റെ മോന്. അന്ന് ഞാൻ ജോലിക്ക് പോകുമ്പോൾ അതിൻ്റെ താഴെ 2 മക്കളുണ്ട്. അപ്പോൾ പിന്നെ മെഡിക്കൽ കോളേജിലുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് 8 hours ആണ് ഡ്യൂട്ടി. അപ്പോൾ രാവിലെ തൊട്ട് ഉച്ച വരെയോ അല്ലെങ്കിൽ ഉച്ച തൊട്ട് ഈവനിങ് വരെയോ ആയിരിക്കും ഡ്യൂട്ടി. പിന്നെ നൈറ്റാണ് 6 to 8 വരെ നമുക്ക് ഡ്യൂട്ടി നൈറ്റിലാണ് കൂടുതലുണ്ടാവുക. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈവനിങ് ഡ്യൂട്ടി എടുത്തു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടമില്ലാത്തൊരു ഡ്യൂട്ടിയാണ് ഈവനിങ് ഡ്യൂട്ടി. എല്ലാവരും മോർണിംഗ് ഡ്യൂട്ടി എടുത്തിട്ട് വല്ലതും കഴിച്ച് കുറച്ച് നേരം കിടക്കാമെന്ന് പറയുന്ന ആൾക്കാരാണല്ലോ കൂടുതൽ. ഞാൻ ഈവനിങ് ഡ്യൂട്ടി എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലത്തെ എല്ലാ പണിയും കഴിയുമ്പോൾ. അപ്പോൾ എനിക്കൊരു 11:30-12 കൂടി പോയാൽ മതി. അപ്പോൾ 1:30 ആകുമ്പോഴേക്കും അവിടെ എത്തും. അപ്പോൾ എൻ്റെ മക്കളുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു, അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു. പിന്നെ ഒരു ഉച്ചയിലത്തെ ഭക്ഷണമല്ല, ആ ഉച്ചയിലത്തെ ഭക്ഷണം എൻ്റെ ഹസ്ബൻഡും അവരും കൂടി ഇരുന്നിട്ട് കഴിക്കും. അപ്പോൾ എനിക്ക് ഒരു 6 മണിയാകുമ്പോൾ 7 മണിയോടുകൂടി ഞാനിവിടെ എത്തും. അപ്പോൾ എനിക്ക് പിന്നെ നൈറ്റിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ഡ്യൂട്ടി എടുത്തിട്ടാണ് ഞാൻ എൻ്റെ ജീവിതം, എൻ്റെ പ്രൊഫഷൻ തന്നെ കൊണ്ടു നടന്നത്, മനസ്സിലായ? അപ്പോൾ അങ്ങനെ നമ്മൾ മക്കൾക്ക് വേണ്ടി ജീവിച്ചു. എൻ്റെ ഇടയിൽ ഒരു കുട്ടിയുണ്ട്, അവളെ പഠിപ്പിക്കണം. അവളെ ഞാനൊരു ഡോക്ടറാക്കി. അങ്ങനെയൊക്കെ ചെയ്തു എൻ്റെ ഇടയിൽ. പക്ഷേ എന്നിട്ടും കുറേ ബുദ്ധിമുട്ടുകളുണ്ട്, അത് വേറെ പ്രശ്നം. അപ്പോൾ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ എപ്പോഴും ഒളിച്ചോടണ്ട എന്ന് പറയാനായിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഞാൻ പറയില്ല, കുറേ പ്രാവശ്യം ഞാൻ ചിന്തിക്കും. ചിലപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഓരോന്ന് കാണുമ്പോൾ അമ്മ ചിരിച്ചില്ല, അപ്പന് എന്നോട് അങ്ങനെ പെരുമാറിയില്ല, ഞാനങ്ങനെ നോക്കിയില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തു എന്ന് പറയുന്നത്. ഞാൻ അവരെ കുറ്റം പറയല്ല. ആ മക്കൾ ശരിക്കും ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെ കുറേ പേര് വളരുന്നുണ്ട്, മനസ്സിലായ? ഇങ്ങനെ കുറേ പേര് വളരുന്നുണ്ട്. ഇപ്പം ഞാനൊക്കെ പ്രസവത്തിനൊക്കെ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ 2 മക്കളും ഭർത്താവും 3ാമത്തെ ആളെ പ്രസവിക്കാൻ പോയത്. ആ പ്രസവത്തിന് പോയത് അങ്ങനെയാണ് പോയത്. ആ റൂമൊക്കെ എടുത്തു എന്ന് മാത്രം, അങ്ങനെ ജീവിച്ചു. അപ്പോൾ ആരും സഹകരിക്കാനുണ്ടാവില്ല. കാരണം രണ്ടാൾ വയ്യാണ്ട് എടുക്കുക, ആ വീട്ടിലേക്ക് ആരെങ്കിലും ഇങ്ങനെ സഹകരിക്കാൻ വരുമോ? കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ വന്നു കഴിഞ്ഞാൽ അവർ പെട്ടു. അവരെ നമ്മളെന്തിനെങ്കിലും വിളിക്കും. ഇവർക്ക് അസുഖം വന്നാൽ ഒന്ന് വരുമോ, ഒന്ന് നിൽക്കുമോ എന്നൊക്കെ നമ്മളവർ ചോദിക്കില്ലേ? ഒന്ന് വരുമോ ചേച്ചി, ഒന്ന് വരുമോ എന്ന് ചോദിക്കുക. അപ്പോൾ അവർ ഇത്തിരി ഒന്ന് ബലം പിടിച്ച് നിന്നാലേ നമ്മൾ ചോദിക്കില്ല. കാരണം അവർ അവർക്ക് ഇഷ്ടമല്ലേ, പിന്നെ എന്തിനാ നമ്മൾ ഇതിലേക്ക് വിളിക്കണേ? നമ്മുടെ കാര്യം നമ്മൾ തന്നെ സഹിക്കാമെന്ന് വെച്ചാൽ നമ്മളങ്ങനെ സഹിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് അങ്ങനെ. നമുക്ക് എന്തെങ്കിലും ദുഃഖം വന്നാൽ നമ്മുടെ ചുറ്റിലാരും ഉണ്ടാവില്ല, നമ്മൾ മാത്രം. അത് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. അതെൻ്റെ ജീവിതത്തിലുടനീളമുണ്ട് കേട്ടോ. അപ്പം ഞാനിതൊക്കെ പറയണത് ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കാനൊന്നല്ല കേട്ടോ. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, അതിന് മാത്രമൊന്നുള്ള ആളല്ല ഞാൻ. എൻ്റെ ജീവിതം അങ്ങനെ ഞാൻ പറഞ്ഞെന്ന് മാത്രം. കാരണം അത് എല്ലാവർക്കും ഒരു പ്രചോദനമാണെങ്കിൽ
ആവട്ടെ, ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ എനിക്കിങ്ങനെ വന്നല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാനൊക്കെ എന്നേ ഇല്ലാണ്ടായേനെ. കാരണം എനിക്ക് കുറേ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ മക്കളെ ഞാൻ എന്നും കൊണ്ടു നടക്കുമായിരുന്നു. കാരണം അന്നൊന്നും ഈ SMEക്കൊന്നും ആരും അത് ശരിക്കും ഡയഗ്നോസ് ചെയ്യാൻ തന്നെ അറിയാത്ത കാലമാണ്. ഞാൻ 32 വർഷം മുന്നേ പ്രസവിച്ച ആളാണ് ഈ SMA എന്ന് പറഞ്ഞ മൂത്ത മോൻ. അപ്പോൾ അവൻ്റെ പേര് സമിൻ എന്നാണ്. എൻ്റെ പൊന്നുമോനാട്ടാ. ഭയങ്കര ഇഷ്ടം എനിക്കാണ്. ഞാൻ നിർത്താം, പിന്നെ പറയാം.